ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, നാം എല്ലാം ഒരു രാജ്യത്തിലെ പൗരനെന്ന നിലയിൽ അഭിമാനിക്കുന്നില്ലേ? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ഹെബ്രായ ലേഖനത്തിലൂടെ 12-ാം അധ്യായം 28-ാം തിരുവചനത്തില് ഇത് സാക്ഷ്യപ്പെടുത്തുകയാണ്. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭക്തിയാദരങ്ങളോടെ നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, കടൽക്കരയിൽ തീ കൂട്ടി പ്രിയപ്പെട്ടവരുടെ വിശപ്പ് തീർക്കാൻ കാത്തിരിക്കുന്ന ഒരു യേശുവിനെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണുന്നില്ലേ? ഈശോ മരിച്ചുയർത്തു ദർശനമൊക്കെ കൊടുത്തെങ്കിലും വിശപ്പിന് വഴി കാണാതെ പത്രോസും കൂട്ടരും വലയുമായി ഇറങ്ങി. ഈശോ ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഈശോ പറഞ്ഞു, വലതുവശത്ത് വലയിട. ഇത് അത്ഭുതകരമായ മീൻപിടുത്തം. ഈശോ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 1 അല്ല 3 പ്രാവശ്യം കരഞ്ഞുപോയി പത്രോസ്. കർത്താവ്, നീ എല്ലാം അറിയുന്നല്ലോ. സഭയുടെ തലവൻ, ആദ്യ മാർപ്പാപ്പ എന്ന വലിയ ഉത്തരവാദിത്വം ആ കടൽ കരയിൽ വെച്ചാണ് പത്രോസിനെ ഈശോ ഏൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ വിളിയുണ്ട്. തിരിച്ചറിയുക, കാതോർക്കുക. ദൈവസ്വരത്തിന് കാതോർത്ത് മനസാക്ഷി അനുസരിച്ച് ജീവിതം ക്രമീകരിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് സമൃദ്ധമായി ലഭിച്ചുകൊണ്ടിരിക്കും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.